അല്ല, ഒരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നു. കാരണം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ വിജയിക്കാൻ പോകുന്നു എന്നുള്ളത് രണ്ട് പാർട്ടികൾക്കും, കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും അസലായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അതിനെ തുടർന്നുള്ള ഒരു റിപ്പോർട്ട് വരെ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും മാത്രമല്ല, ഇവിടെ എങ്ങനെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന മത്സരരംഗത്തുള്ള ഒരു സ്ത്രീയെ മാനസികമായിട്ട് തകർക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു റിസർച്ച് അവർ നടത്തി നോക്കുകയാണ്. കാരണം എന്താണ്, ഞാനിവിടെ തുടരുന്നത് വലിയ അപകടമാണ്. ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ കത്ത് ഇന്നലെ വന്നിരിക്കുകയാണ്. ആ കത്തിൽ മിനിങ്ങാന്ന് രാവിലെ അദ്ദേഹം എഴുതിയിട്ടുള്ള കത്തിൽ പറയുന്നത് ഫിയർലെസ് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ പൊതുരംഗത്ത് ഭയപ്പാട് ലേശമില്ലാതെ കഴിഞ്ഞ 10-30 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിന്ന് നിങ്ങൾ വിജയിപ്പിച്ചു വിട്ടാൽ എന്റെ ടീമിനകത്ത് ഒരു അസറ്റായിട്ട് മാറും എന്ന് മോദിജി തന്നെ എഴുതിയ കത്ത്, ആ കത്ത് കിട്ടിയ ഒരു സാഹചര്യത്തിൽ, കത്ത് മാധ്യമ സുഹൃത്തുക്കൾക്കും കൈമാറിയിട്ടുണ്ട്. അത് കിട്ടിയ സാഹചര്യത്തിൽ ഇവർക്ക് പേടി കുടുങ്ങിയിരിക്കുകയാണ്. ഞാനെങ്ങാനും അങ്ങോട്ട് പോയി, ഞാൻ അവിടെ ഒരു സഹമന്ത്രി എങ്ങാനും ആയാല് ഇവിടത്തെ കരിമണൽ കർത്തയും അതുപോലെ തന്നെ രാജസ്ഥാനിലെ ഇടനിലക്കാരനായിട്ട് സെക്രട്ടേറിയറ്റിലെ പല ഫയലുകളും മാറ്റാൻ വേണ്ടി സഹായിച്ച ടിക്കാറാമീണയും, ആ ടിക്കാറാമീണയുടെ തന്നെ ഇന്റർവ്യൂയിലൂടെ ടിക്കാറാമീണ പറയുന്നത് എല്ലാവരും കേട്ടതാണ്. എനിക്ക് രാജ്യസഭയിൽ എനിക്ക് അവിടെ ഒരു പാർലമെന്റ് സീറ്റാണ് KC വേണുഗോപാൽ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഗെലോട്ടിന്റെ തടസ്സമാണ് എനിക്കുണ്ടായത്. ഇത് അദ്ദേഹം ഇംഗ്ലീഷ് ചാനലിന് ഇന്റർവ്യൂ കൊടുത്തു. ഒരു മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനലിലൂടെ അദ്ദേഹം പറഞ്ഞത് പുറത്തു വന്നു. അപ്പൊ എന്തിനാണ് KC വേണുഗോപാൽ ടിക്കാറാമീണയെ സഹായിച്ചത്? കോൺഗ്രസ്സുകാരെ നല്ലവരായിട്ടുള്ള ആളുകൾ രാജസ്ഥാനിൽ ഇല്ലാത്തതുകൊണ്ടാണോ? അപ്പൊ രാജസ്ഥാനിൽ നിന്നുണ്ടായിരുന്ന മൈനിങ്ങിന്റെ കേന്ദ്രത്തിലെ മൈനിങ് ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ശിശ്രാമോളയാണ്. ആ ശിശ്രാമോളയും KC വേണുഗോപാലും ഒക്കെ ആയിട്ടുള്ള കൂട്ടുകച്ചവടം, ആ കൂട്ടുകച്ചവടത്തെ കുറിച്ച് വന്നിറങ്ങി അന്ന് മുതൽ ഞാൻ സംസാരിക്കുന്നു. ഞാൻ ഇത് ഒരു വർഷമായിട്ട് ഈ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ ദേശീയ ഏജൻസികൾക്ക് പരാതി കൊടുക്കാനും ദേശീയ ഏജൻസിക്കകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ വളരെ സ്പീഡായി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ തന്നെ ആലയങ്ങളിലേക്ക് കയറി ചെല്ലുകയും ഒക്കെ ചെയ്ത ഒരു സ്ത്രീയാണ്. ശോഭയ്ക്കെതിരെ പരാതി വരുമ്പോൾ ശോഭയ്ക്കെതിരെ മാത്രമല്ലല്ലോ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ദല്ലാൽ നന്ദകുമാർ അനിൽ ആന്റണിക്കെതിരെ പറഞ്ഞു. ഇന്നിപ്പോൾ EP-യുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പറയുന്നു. ശോഭയെ മാത്രമല്ല മറ്റ് ചില ആളുകളെയും ഈ പറഞ്ഞതുപോലെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ആ രൂപത്തിൽ പോകുന്നു. അപ്പോൾ ദല്ലാൽ നന്ദകുമാർ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, ചില കാര്യങ്ങൾ പറയുന്നു. അതിലൊരു കാര്യം ശോഭ ശരിവെക്കുകയും ചെയ്യുകയാണ്, 10 ലക്ഷം അക്കൗണ്ടിൽ വന്നു എന്ന്. ഇപ്പോൾ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യം അത് സുതാര്യമാണ് എന്ന് താങ്കൾക്ക് സമർത്ഥിക്കാം. പക്ഷേ എന്തിന് ദല്ലാൽ നന്ദകുമാറിനെ വിൽക്കണം എന്നൊരു വിഷയമുണ്ടല്ലോ. അദ്ദേഹം ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചതെന്നുള്ളത് ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ശോഭയ്ക്ക് നന്നായി അറിയാവുന്നതുമാണ്. എന്തുകൊണ്ട് അങ്ങനെയൊരു ആലോചനയുണ്ടായി? ഞാൻ വളരെ വ്യക്തമായിട്ട് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്മൃതി കേട്ടിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളും ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് 10 ലക്ഷം കിട്ടിയെന്ന് ശോഭ സമ്മതിച്ചു എന്നാണ്. 10 ലക്ഷം ഞാൻ ഏതെങ്കിലും ബാങ്ക് കുത്തി തുറന്നെടുത്തതല്ല. എന്റെ ചേച്ചിയുടെ ഭർത്താവ് ബോൺ ക്യാൻസറായിട്ട് കിടക്കുന്ന സമയത്ത്, അത്യാപത്ത് വന്ന സമയത്ത് എന്റെ വീട്ടിൽ ഞാൻ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഓട്ടുപാറയിൽ കച്ചവടം നടത്തുന്ന ലത്തീഫിക്കയുമായിട്ട് ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് എന്റെ ചേച്ചിയുടെ മൂത്ത മകന്റെ വീട്ടിൽ വെച്ച് ഈ നന്ദകുമാർ വന്നിരുന്ന് അയാളാണ് ഏറ്റെടുത്തത്. ഒരാഴ്ചക്കുള്ളിൽ ഭൂമി ഞാൻ വാങ്ങാമെന്നാണ് പറഞ്ഞത്. നിങ്ങളാണെങ്കിലോ, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരണക്കിടക്കയിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതാളാണ് എന്ന് നോക്കിയിട്ടാണോ ഉടൻ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊരു ഭൂമി ഉണ്ടെങ്കിൽ വിൽക്കാൻ ശ്രമിക്കുക? അപ്പൊ അതൊന്നും പറയണ്ട. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് പലരുടെയും പിറകിൽ പോകേണ്ടി വരും. അതുകൂടി സ്മൃതി ഓർത്താൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇവിടെ ന്യായമായിട്ട് പണം സമ്പാദിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് പല പ്രവർത്തനങ്ങളും നടത്തുന്ന ആളുകളൊന്നും അല്ലല്ലോ കേരളത്തിൽ ഇരിക്കുന്നത്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ, ഞാൻ വ്യക്തമായിട്ട് ഇന്ന് പത്രസമ്മേളനത്തിൽ കാണിച്ചു കൊടുത്തതാണ്, ഒരു ടിക്കറ്റ് അത് മറ്റൊരു നേതാവിനെ പാർട്ടിയിലേക്ക് ചേർത്താൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ടിക്കറ്റ് എടുത്തത് പോലും ഞാൻ മെസ്സേജ് കൊടുത്ത് നിങ്ങളുടെ ഇവിടുത്തെ റിപ്പോർട്ടർക്ക് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും സുതാര്യമായി പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന എന്നെ ഏത് രീതിയിലാണ് ചില മാധ്യമങ്ങൾ ഇവിടെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് എന്നതൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് സാധ്യതകളെ ഡാമേജ് ചെയ്തിട്ടുണ്ടോ? ഒരു ഡാമേജും ഇല്ല, സഹതാപമേ ഉള്ളൂ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എനിക്കെതിരെ നന്ദകുമാർ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ടാണല്ലോ മറ്റു കാര്യങ്ങളിലേക്ക് എനിക്ക് കടക്കാൻ സാധിച്ചത്. എന്റെ അമ്മമാർ, ഇവിടുത്തെ സ്ത്രീകൾ, ഇവിടെ ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് എന്തായാലും ഭരിക്കാൻ സാധ്യതയില്ല എന്ന് ബോധ്യമുള്ള ആലപ്പുഴയിലെ ജനങ്ങൾ അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ ഒരു മുറുക്കാൻ കട പോലും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാത്ത മുൻ MP-യും മന്ത്രിയും വരെ ഇവിടെ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിൽക്കുമ്പോൾ വീടില്ലാത്ത ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും കയർപ്പിരി
തൊഴിലാളികളും ജീവിക്കുന്ന ഒരു നാട്ടിൽ ശോഭ വിജയിച്ച് ഡൽഹിയിലേക്ക് പോയാൽ, ശോഭ അങ്ങനെ മോദിജിയുടെ ടീമിൽ ഒരു അംഗമായാൽ തീർച്ചയായിട്ടും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം വികസിക്കുമെന്നും ഇതിൽ നിന്ന് കിട്ടുന്ന കോടികൾ കട്ടെടുത്ത് വീട്ടിലേക്ക് ശോഭ കൊണ്ടുപോകില്ല എന്നും ഉറപ്പുള്ള ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കാനേ ഇത് ഉതകൂ. പക്ഷേ മനസ്സിനകത്ത് വേദന ഉണ്ടാകുമല്ലോ. എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്ന, മാധ്യമങ്ങളിലൂടെ സത്യസന്ധതയുടെ ജിഹുയായി വർത്തിക്കുമെന്ന് മാധ്യമങ്ങളെ കുറിച്ച് ഞാൻ ധരിച്ചിട്ടുള്ള എന്റെ കൂട്ടുകാർക്ക് പോലും എന്നെ വേദനിപ്പിക്കുന്ന സമയത്ത് അത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കി കൊടുത്ത് എന്നെ തകർക്കാനും തളർത്താനും ശ്രമിക്കുമ്പോൾ അതിനകത്ത് 10-30 കൊല്ലം പൊതുപ്രവർത്തന രംഗത്ത് നേതൃത്വം കൊടുത്ത ശോഭയ്ക്ക് ഒരു വേദനയുണ്ട് എന്നതൊഴിച്ചാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എന്റെ സഹപ്രവർത്തകർ എടുക്കാൻ അവർക്ക് കൂടുതൽ കരുത്തും ഊർജവുമാണ് ഈ കാര്യങ്ങളിലൂടെ എല്ലാം. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ സാമുദായിക വിഭാഗങ്ങളുടെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ KC വേണുഗോപാൽ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നപ്പോഴും ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നപ്പോഴും ഇതിൽ വലിയ വിഭാഗങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തിരുന്നു. പിന്നീട് ആരിഫിൻ്റെ രംഗപ്രവേശത്തോടുകൂടി ഒരു വിഭാഗം ആരിഫിനോടൊപ്പമായി. ഇപ്പോൾ ശോഭയുടെ നോക്കൂ, ഞാൻ ജാതി തിരിച്ചുള്ള ഒരു കണക്കെടുപ്പല്ല ചോദിക്കുന്നത്. എല്ലാ സാമുദായിക ഘടകങ്ങളുടെയും പിന്തുണ ഏറെക്കുറെ ലഭിക്കുന്ന, എന്നാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ഒന്നിലധികം വിഭാഗങ്ങളുടെയോ പിന്തുണ പൂർണ്ണമായും ലഭിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കാണ് വിജയം കണ്ടെത്താനാവുക. ആ നിലയിലുള്ള ഒരു ആസൂത്രണം സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതെങ്ങനെയാണ് താങ്കൾ വിശദീകരിക്കുക? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ഇക്കണ്ട കാലം കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ളത് പ്രത്യേക ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിട്ട് ഒരുപക്ഷെ ശ്രീമാൻ നികേഷിന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാർക്കിടയിൽ അവരുടെ ഒരു മകളായിട്ട് ഇന്നിപ്പോ രാവിലെ ഞാൻ സുകുമാരൻ സാറിനെ പോയി കണ്ടു, എന്റെ വികസന രേഖ കൊടുത്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ 50,000 കോടി രൂപയുടെ വികസന പദ്ധതി ഒരു മത്സര രംഗത്തുള്ള ഒരാൾ പ്രഖ്യാപിക്കുന്നത്. ഈ പദ്ധതി ഞാൻ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 5,000 കോടി രൂപ ദേശീയ ജലപാതയ്ക്ക് വേണ്ടിയിട്ടും 2,000 കോടി രൂപ ഡിജിറ്റൽ പാർക്കിന് വേണ്ടിയിട്ടും ഞാൻ ഈ രേഖ അവതരിപ്പിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് കേന്ദ്രത്തിലെ ഞങ്ങളുടെ പോളിസി മേക്ക് ചെയ്യുന്ന ആളുകളുമായി ചർച്ച ചെയ്തുകൊണ്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 ആളുകളുമായിട്ടും എനിക്ക് ആശയവിനിമയം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ സാമുദായിക നേതാക്കന്മാരെ കണ്ട സമയത്ത് ക്രിസ്ത്യൻ സഭകളുടെ ആളുകളെ കണ്ടു, കർദിനാളിനെ കണ്ടു, ബിഷപ്പിനെ കണ്ടു, വിവിധ പള്ളിയിലെ വികാരി അച്ഛന്മാരെ കണ്ടു, അതുപോലെ തന്നെ ഈഴവ സമുദായത്തിലെയും NSSലെയും ധീവര സമൂഹത്തിന്റെയും ഒക്കെ അവർക്കെല്ലാം ആവലാതികളുണ്ട്, അവർക്കെല്ലാം പരാധീനതകളുണ്ട്. മുൻപ് ജയിച്ചു പോയ ആള് മന്ത്രിയായിരുന്നിട്ട് കൂടി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോ ഇവിടെ ഒരു റോഡ് കിട്ടി, ഹൈവേ കിട്ടി, മോദി വന്നതിന് ശേഷമാണ്. ഇവിടേക്ക് ജൽനൽ പദ്ധതി കിട്ടി, മോദി വന്നതിന് ശേഷമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് 22 ഹോസ്പിറ്റലുകളെ എംപാനൽ ചെയ്തു, മോദി വന്നതിന് ശേഷമാണ്. അപ്പൊ ഇതെല്ലാം ഫ്ലെക്സ് ബോർഡ് അടിച്ച് വെച്ചിട്ട് കാര്യമുണ്ടോ? മോദിയുടെ ഗ്യാരണ്ടിയെ ആലപ്പുഴയിലെ ജനങ്ങൾ വിശ്വസിക്കുകയും ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾ എന്തിനേറെ പറയുന്നു. ഞാൻ ഒരു സ്ഥലത്ത് പൊതുപരിപാടിയിലേക്ക് ചെന്ന സമയത്താണ് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി രാജശ്രീ എന്നെ കണ്ട് എന്റെ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഷാളിടാൻ വന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ഇനി തിരിച്ചു പോണ്ട, നിങ്ങൾ എന്തിനാ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നത്? നാട് മാറി, ഇനി കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരാൻ പോകുന്നില്ല. രാജശ്രീ എന്റെ കൂടെ പോന്നു, ഞാൻ ഷാളിട്ട് സ്വീകരിച്ചു. ഇതാ ഞങ്ങളുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് വാനതി ശ്രീനിവാസൻ വന്നു, ഞങ്ങൾ വീണ്ടും സ്വീകരണം കൊടുത്തു. ബാസുരാങ്കൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള ലീഡറാണ്. ആ ബാസുരാങ്കൻ എന്റെ പാർട്ടിയിലേക്ക് ഞാൻ സ്വീകരിച്ചു, കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആലപ്പുഴയിലെ ജനങ്ങൾ ഈ പറഞ്ഞ എല്ലാത്തിനും ഉപരിയായിട്ട് എല്ലാ സാമുദായിക വിഭാഗങ്ങളുടെയും പിന്തുണ തനിക്കുണ്ടാകുമെന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ശോഭാ സുരേന്ദ്രന്റെ ശോഭയ്ക്ക് എന്തോ ഒരു കാര്യം പറയാനെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആലപ്പുഴക്കാരുടെ സെർവന്റായിട്ട്, ജോലിക്കാരിയായിട്ട് പ്രവർത്തിക്കും, മുഴുവൻ സമയ ജോലിക്കാരിയായിരിക്കും. അതിനൊരു അവസരം തരണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാതിരിക്കാനാവും?